ഓം നമഃ ശിവായ. നമ്മുടെ സമയം മെനക്കെടുത്തി യൂട്യൂബിൽ വന്ന് ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ കാണുന്നത് എന്തിനാണ്? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതുകൊണ്ട് വളരെയധികം ഗുണം കിട്ടണം, നമുക്കതിൽ നിന്ന് പ്രയോജനം ലഭിക്കണം എന്നുള്ളത് കൊണ്ടല്ലേ. തീർച്ചയായിട്ടും ഹിന്ദു വിഷൻ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ഗുണം നൽകുന്നവ തന്നെയായിരിക്കും. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ 12 ഭാവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ 12 ഭാവങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 12 സവിശേഷകരമായിട്ടുള്ള മന്ത്രങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ ഭഗവാന്റെ ഭാവത്തെ അറിഞ്ഞ് ജപിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഈ മന്ത്രങ്ങൾ നിങ്ങളിൽ ചിലർക്ക് മാത്രം അറിയാവുന്നതും എന്നാൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിവില്ലാത്തതുമായിരിക്കും. പ്രത്യേകിച്ച് ശിവരാത്രി, പ്രദോഷം, തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ ആദ്യമായിട്ട് ഈ മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ കൊണ്ട്, അത് വിഷയങ്ങൾ എന്താണെന്നും അതിൻ്റെ പ്രതിവിധികൾ എന്താണെന്നും ഈ വീഡിയോ നമുക്ക് പൂർണ്ണമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അത്തരം ദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ പലരും ചോദിക്കുന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ പല മന്ത്രങ്ങളും പല ചാനലുകളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷെ അത് ജപിക്കാനൊരു പേടിയുണ്ട്. കാര്യം പല ആചാര്യന്മാരും പറയുന്നു മന്ത്രങ്ങൾ അതിൻ്റെ അർത്ഥമറിയാതെ ജപിക്കരുത് എന്ന്. അപ്പോൾ ഈ അർത്ഥം അറിയാതെ ജപിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നുകൂടുമോ? അങ്ങനെ പറയുന്ന ചിലരുമുണ്ട്. അങ്ങനെ അർത്ഥം അറിയാതെ ജപിച്ചു പോയാൽ പ്രശ്നമാണ് എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം എന്താണ് എന്നുള്ള മട്ടിൽ ചിലർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയാം. നമ്മളൊരു അസുഖത്തിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുകയാണ് അല്ലേ. മരുന്ന് കഴിക്കുമ്പോൾ ആ ഡോക്ടർ കുറിച്ച് തരികയാണ്, എന്താ ഈ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുമെന്ന്. ആ മരുന്നിനകത്ത് എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. എല്ലാമൊന്നും കിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാം. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് തിരക്കിയാൽ ഈ മരുന്നിനകത്ത് എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടുന്ന പ്രത്യേക കാര്യമൊന്നുമില്ല. ഈ മരുന്ന് നമ്മൾ കഴിക്കുന്നു, നമ്മുടെ അസുഖം ഭേദമാകുന്നു. ഈ മന്ത്രത്തിനകത്ത് കുറച്ച് അത്ഭുത സിദ്ധികളുണ്ട്, അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആകുന്നു. ഇത്രയാണ് ഇതിൻ്റെ കാര്യം. അതായത് ഈ മരുന്നിൻ്റെ അകത്തെ ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലും ശരി, മനസ്സിലാക്കിയില്ലെങ്കിലും ശരി, ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പ്രയോജനം കിട്ടുന്നു. അതുപോലെ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഈ മന്ത്രത്തിൻ്റെ വാക്കർത്ഥം നമുക്ക് അറിയാമെങ്കിലും അറിഞ്ഞുകൂടെങ്കിലും നമുക്കതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു. ഇതിനകത്ത് ശക്തി ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കുന്നു. പിന്നെ എന്തിനുമായിരിക്കും ആചാര്യന്മാർ ഇത് അറിഞ്ഞ് ജപിക്കണമെന്ന് പറയുന്നത്? അതെ, അറിഞ്ഞ് ജപിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭാഷ അർത്ഥം മനസ്സിലാക്കുക മാത്രമല്ല, ഈ ഭഗവാൻ ആരാണെന്നും നമ്മുടെ ഉള്ളിൽ എങ്ങനെ ആ ഭഗവാനിലേക്ക് അർപ്പിതമാകണം എന്നുള്ളതാണ് അറിയുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിലും ഒപ്പം തന്നെ വിശിഷ്യ ഏത് ദേവതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഏത് ദേവനെയാണ് എന്നുള്ള രീതിയിൽ അറിയുക എന്നുള്ളതാണ് മന്ത്രത്തെ അറിയുക എന്നുള്ളതിൻ്റെ സാരം. അതായത് നിങ്ങളുടെ ഭക്തിയാണ് പ്രധാനം എന്നറിയാം. നിങ്ങൾക്കൊരു വാക്ക്, ഇപ്പം മലയാളത്തിൽ കുറച്ച് വാക്കുകൾ ഉള്ളൊരു മന്ത്രമാണെന്ന് വെച്ചാൽ മലയാളത്തിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാവും. സംസ്കൃത മന്ത്രമാണ് പൊതുവിൽ വരാറുള്ളത്. എങ്കിലും മലയാള മന്ത്രങ്ങളിലും ചില വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഇനി നിങ്ങൾക്ക് വാക്കിൻ്റെ പൂർണ്ണ അർത്ഥം അറിയായിരിക്കും, പക്ഷെ നിങ്ങൾ ശ്രദ്ധയില്ലാതെയാണ് ജപിച്ചാലും നിങ്ങൾക്ക് അത് ഗുണം കിട്ടുന്നില്ല. അപ്പോൾ ഒരു വാക്കർത്ഥം മാത്രമല്ല, അർത്ഥം അറിയുന്ന കാര്യമല്ല, നിങ്ങളുടെ ഭക്തിയാണ് പ്രധാനം എന്നുള്ളതാണ്. നിങ്ങൾ ഭക്തി പുരസ്സരം ഒരു മന്ത്രം ജപിച്ചാൽ അതിലുള്ള പൂർണ്ണത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ആ ജപിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, ആ ദേവതയുടെ സ്വരൂപം എന്താണെന്നുള്ള ഏകദേശം ഒരു ധാരണ വേണം അല്ലേ. നമ്മൾ കഴിക്കാനെടുക്കുന്ന മരുന്നിൻ്റെ അളവ് എത്രയാണ്, അത് ഏത് വൃത്തിയുള്ള പാത്രത്തിലാണ് എടുക്കുന്നത്, ഇതെല്ലാം നമുക്കൊരു അറിവ് വേണം. അപ്പോൾ അതിനനുസരിച്ച് ആ മരുന്നിൻ്റെ ഡോസ് എത്ര കൂട്ടാം, എത്ര കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. ഡോക്ടർ അത് പറഞ്ഞു തരും. മരുന്നിലെ ഘടകങ്ങൾ അറിഞ്ഞുകൂടെങ്കിലും അത് എത്ര കഴിക്കണം, എത്ര കഴിക്കേണ്ട എന്നൊക്കെ നമുക്ക് ഒരറിവാണ്. അതായത് ഒരു മന്ത്രം എത്ര ജപിക്കണം, എത്ര ജപിക്കേണ്ട എന്നുള്ള ഒരു കാര്യവും നമുക്ക് അറിഞ്ഞിരിക്കണം. ചില മന്ത്രങ്ങൾ എത്ര വേണമെങ്കിലും ജപിക്കാം, എന്നാൽ ചില മന്ത്രങ്ങൾ ഇത്ര തവണ മാത്രമേ ഒരു ദിവസം ജപിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയേ പാടുള്ളൂ. അപ്പോൾ ഒന്നുകൂടി പറയാം, മന്ത്രം നിങ്ങൾക്ക് അർത്ഥം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാര്യം ഭക്തിയിലേക്ക് കൂടുതൽ പ്രവേശിക്കാൻ നിങ്ങൾക്കത് പ്രയോജനം നൽകും. എന്നാൽ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാന്ന് കരുതിയിട്ട് നിങ്ങൾ ജപിക്കാതിരിക്കാനും തരമില്ല. കാര്യം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്തിയോട് കൂടിയാണത് ജപിക്കുന്നതെങ്കിൽ
അത് അത്രയും ഉത്തമമാണ്. ഈ മരുന്നിൽ പറഞ്ഞതുപോലെ തന്നെ മരുന്നിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ, മരുന്ന് നമുക്ക് കഴിച്ചാൽ എഫക്റ്റ് ഉണ്ട്, പക്ഷേ ഈ ഘടകങ്ങൾ കൂടുതലായി നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന് ചില പ്രശ്നങ്ങളുണ്ടാകുമെന്ന് നമ്മൾ പിന്നീടുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഈ മരുന്ന് എത്രത്തോളം കഴിക്കണമെന്ന് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശം കിട്ടുന്നതിന് ഉപരിയായിട്ട് ചിലർ കഴിച്ചുകൊണ്ടിരിക്കും, തുടർച്ചയായിട്ട് കഴിച്ചിട്ട് പിന്നീട് ആ മരുന്ന് കൊണ്ട് തന്നെ ശരീരത്തിന് ദോഷം ഉണ്ടാകും. അതുപോലെ മന്ത്രം ജപിക്കുമ്പോഴും ഈ മന്ത്രത്തിൻ്റെ അളവെന്താണ്, ഇതിലെന്താണ് ഉള്ളത്, ഞാൻ ഏതൊക്കെ സമയത്ത് ജപിക്കാം, ഏതൊക്കെ സമയത്ത് ജപിച്ചുകൂടാ എന്നൊക്കെയുള്ള സ്വാഭാവികമായ കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനെയാണ് ഈ അറിഞ്ഞ് ജപിക്കുക എന്നുള്ളതിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു 12 ശിവഭാവങ്ങളെയും ആ ശിവഭാവങ്ങളിൽ ഉൾക്കൊള്ളുന്ന മന്ത്രങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദ്ര മഠം RJ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് ശിവഭഗവാനുമായി ബന്ധപ്പെട്ട വിശേഷമായിട്ടുള്ള 12 മന്ത്രങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനുമായി നിരന്തരം കണക്ട് ആയിട്ടിരിക്കാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ശിവനെ പൊതുവിൽ നമ്മൾ ലിംഗസ്വരൂപത്തിലാണ് പൂജിക്കുന്നത്. 64 ശിവഭാവങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട 12 ശിവഭാവങ്ങളിലാണ് നാം ഏറെയും പൂജിക്കാറുള്ളത്. അവ ഏതാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. മാത്രമല്ല ആ മന്ത്രങ്ങളെയും പരിചയപ്പെടാം. നിങ്ങൾക്ക് ഈ മന്ത്രം എഴുതിയെടുക്കാൻ ഒരു പേപ്പറും പേനയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ബുക്കിലേക്ക് കുറിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് പൗസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട്, ഹിന്ദു വിഷൻ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒരു ബുക്ക് എടുക്കണം. എന്നിട്ട് അതിൽ വിശേഷപ്പെട്ട അറിവുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാര്യം കണ്ട് മറന്നു പോകരുത്. ഹൈന്ദവ ആചാര പദ്ധതികളിലൂടെ ജീവിച്ച് പോവേണ്ടവരാണ് നമ്മൾ. അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അറിവ് ലഭ്യമാകുക തന്നെ ചെയ്യും. ശിവന്റെ ആദ്യത്തെ ഭാവം എന്ന് പറയുന്നത് ലിംഗോദ്ഭവൻ എന്ന് പറയുന്ന ഒരു ഭാവമാണ്. കാലങ്ങളുടെ പരിണാമങ്ങൾക്ക് അതീതനാണ് ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം. ഇതിൻ്റെ ആദിയും അന്തവും കണ്ടെത്തുവാൻ വളരെ പ്രയാസകരമാണ്. മഹാദേവന്റെ ലിംഗോദ്ഭവൻ എന്ന് പറയുന്ന ഭാവവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇത് പ്രപഞ്ചത്തിന് നടുവിൽ നിലകൊള്ളുന്ന, നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ടാണ് കുടികൊള്ളുന്നത്. ലിംഗോദ്ഭവന്റെ രൂപത്തെ നമുക്ക് ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് 4 കൈകളും പിന്നിലത്തെ 2 കൈകളിൽ മാനിനെ മഴുവിനെ ഏന്തിയിരിക്കുന്നതായും മുന്നിലെ 2 കൈകൾ അഭയവരദഹസ്തങ്ങളായിട്ടും കാണപ്പെടുന്നു. ലിംഗേശ്വരന്റെ മന്ത്രം ഇപ്രകാരമാണ്: ഓം ഹ്രീം ലിംഗോദ്ഭവ ചാരുകേശായ ശങ്കരായ സാംബശിവായ നമഃ. ഈ മന്ത്രം ജപിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായ ഉണർവിന് വേണ്ടിയിട്ടാണ്. പലതരം പ്രശ്നങ്ങളാൽ നമുക്ക് എപ്പോഴും ഒരു നിരാശ പോലെ, നമുക്കൊരു എഴുന്നേറ്റമില്ലാത്ത പോലെ, എപ്പോഴും നമുക്ക് ഒരു ഊർജ്ജസ്വലത ഇല്ലാത്ത പോലെ, ക്ഷീണാവസ്ഥയിൽ പൂണ്ടിരിക്കുന്ന പലരുണ്ട്. ഈ മന്ത്രം നിത്യേന രാവിലെ 18 തവണ ജപിക്കുകയാണെങ്കിൽ അവരുടെ ആന്തരികമായ ഒരു ഉണർവ് നമുക്ക് ലഭ്യമാവുകയും ഈ പ്രാപഞ്ചികമായ ഊർജം നമ്മിലേക്ക് വന്ന് നിറയുകയും അന്നത്തെ ദിവസം വളരെ സുന്ദരമാക്കി മാറ്റാനും ടെൻഷനൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. ചിന്തകളിൽ എപ്പോഴും നെഗറ്റീവ് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരെല്ലാം ഈ സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. 18 കുറഞ്ഞ പക്ഷം ജപിച്ചാൽ മതി. പിന്നെ ടെൻഷൻ കൂടുതലായിട്ട് നിൽക്കുന്നവർക്ക് ആ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്തെല്ലാം ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. രണ്ടാമത്തത് ചന്ദ്രശേഖരൻ. ദക്ഷശാപത്താൽ ചന്ദ്രൻ്റെ ശോഭ നഷ്ടപ്പെട്ടു പോയി. ഈ ശോഭ നഷ്ടപ്പെട്ടു പോയ ചന്ദ്രദേവനെ തൻ്റെ ജടയിലേക്ക് ഭഗവാൻ കുടിയിരുത്തുകയാണ്. അങ്ങനെ ജടയിൽ ഭഗവാനെ സ്വീകരിച്ച ദേവനായതുകൊണ്ട് ചന്ദ്രശേഖര ഭഗവാൻ എന്ന് ശിവൻ അറിയപ്പെടുന്നു. നമ്മുടെ ചർമ്മവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, എപ്പോഴും വിളറിയിരിക്കുക, അല്ലെങ്കിൽ കണ്ണുകൾക്ക് കാന്തി നഷ്ടപ്പെട്ടു പോവുക, ഊർജം നഷ്ടപ്പെട്ടു പോവുക, മനസ്സിൽ എപ്പോഴും ഒരു ആധി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഭാവത്തിൽ ഭഗവാനെ ദർശിച്ച് നമുക്ക് മന്ത്രം ജപിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്തെങ്കിലും തരത്തിൽ ആന്തരികമായ
ചില പ്രശ്നങ്ങളുണ്ടാവാം. ഈ അസ്ഥിസ്രാവം പോലുള്ള അങ്ങനെയൊക്കെയുള്ളവർക്ക് അതിൻ്റെ ആക്കം കുറയ്ക്കുന്നതിന് ഈ മന്ത്രം വളരെ പ്രയോജനപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല പുരുഷന്മാർക്ക് എപ്പോഴും ശരീരത്തിലൊരു തരം ചൂട്, ചൊറിച്ചിൽ പോലുള്ള ചില അവസ്ഥകൾ, അത് പലതരം മരുന്നുകളൊക്കെ മേടിച്ച് കഴിച്ചാൽ അതൊന്നും മാറിക്കിട്ടില്ല. എപ്പോഴും ശരീരത്തിനൊരു വല്ലായ്മ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനൊക്കെ ഈ ചന്ദ്രശേഖര മന്ത്രം വളരെ പ്രയോജനപ്രദമാണ്. മന്ത്രം ഇപ്രകാരമാണ്: ഓം ഹ്രീം ചന്ദ്രശേഖരായ ചാരുമൂർത്തയേ നമഃ എന്നാണ് ഈ മന്ത്രം. വൈകുന്നേര സമയം ചന്ദ്രൻ ഉദിച്ചു വരുന്ന ആ സമയത്ത് ഇത് ജപിക്കുന്നതാണല്ലോ. പ്രത്യേകിച്ച് 6:15 മുതൽ 7 മണി വരെയുള്ള ആ സമയത്ത് ഇത് ജപിക്കുന്നതാണ് നല്ലത്. 48 തവണ ജപിക്കുന്നതാണ് ഏറെ ഉത്തമം. 108 തവണ വരെ ജപിക്കാം. 48 എന്ന് പറഞ്ഞാൽ 49 50 ആയിപ്പോയെന്നൊന്നും പറഞ്ഞ് കുഴപ്പമില്ല. എങ്കിലും 48 തവണ ഏറെ ഉത്തമമാണ്. 108 വരെ നമുക്ക് ഇതിനെ ജപിക്കാവുന്നതാണ്. വൈകുന്നേര സമയത്ത് ഒരു നിലവിളക്ക് തെളിയിച്ച് വെച്ച് നമ്മൾ ജപിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചന്ദ്രനെ നോക്കി നമുക്ക് ജപിക്കാവുന്നതാണ്. തിങ്കളാഴ്ച ദിവസമാണ് ഇത് ആരംഭിക്കാൻ ഏറെ ഉത്തമം. ശിവരാത്രി, പ്രദോഷം തുടങ്ങിയ ദിവസങ്ങളും ഏറെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്ത ദക്ഷിണാമൂർത്തി എന്ന ഭാവമാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് വിദ്യയുടെ, അറിവിൻ്റെയും എല്ലാം നാഥനായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത്. ഒരു താപസ യുവാവായി സുന്ദരനായിട്ട് ഭഗവാൻ ഒരു ആൽമരച്ചൂട്ടിലെ പാറയ്ക്ക് മുകളിലിരിക്കുന്ന ഒരു രൂപമായിട്ടാണ് നമുക്ക് ഈ ഭഗവാനെ കാണാൻ കഴിയുക. ഈ ഭഗവാൻ തൻ്റെ ശിഷ്യജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന, അവർക്ക് അറിവ് പകരുന്ന രൂപത്തിലാണ് കാണുന്നത്. ദക്ഷിണാമൂർത്തി ഭാഗങ്ങൾ ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് പ്രതിഷ്ഠിച്ചതായിട്ട് കാണാൻ കഴിയുന്നതാണ്. ചിലത് ഗോപുരത്തിലായിരിക്കും ഈ രൂപത്തെ കാണാൻ കഴിയുക. ദക്ഷിണാമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാപുരോഗതിക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ഈ PSC പരീക്ഷ പോലെയൊക്കെ എഴുതുന്ന അവർക്കൊക്കെ വളരെ പ്രയോജനമാണ്. അവരുടെ പഠന നിലവാരം ഉയർത്തുക, ജോലിയിൽ ഉയർച്ച ഉണ്ടാവുക, അങ്ങനെയൊക്കെ ആയി മാറുന്നതിന് നല്ലതാണ്. പിന്നെ വാഗ്മികളായി മാറുക, അതായത് നല്ല വാചകം നന്നായിട്ട് സംസാരിക്കാൻ കഴിവുണ്ടാവുക, എഴുത്തുകാർ, അവർക്കൊക്കെ നല്ലതാണ് ഈ ദക്ഷിണാമൂർത്തി ഭാവം. അതിൽ പ്രധാനപ്പെട്ട ഒരു ദക്ഷിണാമൂർത്തി മന്ത്രമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓം ഹ്രീം ദക്ഷിണാമൂർത്തയെ ജ്ഞാനദായിനേ നമഃ. ഈ മന്ത്രം ഡെയിലി 108 ഒരു ജപിക്കുക. രാവിലെ വേണമെങ്കിൽ വൈകുന്നേരം വേണമെങ്കിൽ ജപിക്കാം. കിഴക്കോട്ട് നോക്കിയിരുന്ന് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം. മുന്നിൽ നിലവിളക്ക് വയ്ക്കാതിരിക്കുകയോ ചെയ്യാം. കാര്യം ഇതിന് നിലവിളക്ക് വയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഭഗവാനെ മനസ്സിൽ കണ്ട് ജപിക്കുക. ഇപ്പം നമ്മൾ പല ഭാവങ്ങളിൽ ഭഗവാനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ചില ഭാവങ്ങൾ ഉള്ളിൽ വന്നില്ലെങ്കിൽ ശിവലിംഗത്തെ മനസ്സിൽ കരുതി ജപിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഏതൊരു മന്ത്രത്തിലും നിങ്ങൾക്ക് ശിവലിംഗത്തെ മനസ്സിൽ കണ്ടിട്ട് നമുക്ക് ജപിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ഭാവം സോമാസ്കന്ദൻ എന്നുള്ള ഭാവമാണ്. പരമശിവനും പാർവതിക്കും നടുവിലായിട്ട് ശിശുരൂപിയായ സുബ്രഹ്മണ്യൻ നിൽക്കുന്ന ഒരു സ്വരൂപമാണ് സോമാസ്കന്ദൻ എന്ന് പറയുന്ന ഈ വിശേഷ രൂപം. ഇതിൽ ശിവന് 4 തൃക്കൈകളുണ്ട്. അടുത്ത് തന്നെ പുഞ്ചിരിയോടുകൂടി പാർവതി ദേവി നിൽപ്പുണ്ട്. ഇവരുടെ മധ്യത്തിലായിട്ട് ബാലമുരുകൻ കയ്യിൽ ഒരു പുഷ്പവുമേന്തി ശോഭിക്കുന്നു. ഇത് കാണാൻ വളരെ സൗന്ദര്യമുള്ളൊരു ചിത്രമാണ് കേട്ടോ. വളരെ ഭംഗിയാണ്. ഇത് വീട്ടിലൊക്കെ വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ വളരെ നേട്ടം ഉണ്ടാവുന്നതാണ്. ഇത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഉണ്ണികളുടെ സംരക്ഷണം, നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം സംരക്ഷണം നൽകുന്ന, കുട്ടികളിലുണ്ടാകുന്ന പലതരം രോഗങ്ങൾ, അവർക്ക് എന്തെങ്കിലും ആപത്തുകൾ ഉണ്ടാകുമെന്നൊക്കെ പേടിയുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് സംരക്ഷകമായിട്ട് നമുക്ക് അമ്മമാർക്കും പിതാവിനും എല്ലാം ജപിക്കാവുന്ന ഒരു മന്ത്രമാണിത്. ഈ ഭാവത്തിൽ ഭഗവതി സുബ്രഹ്മണ്യനെ മനസ്സിൽ കരുതി നമുക്ക് ഈ മന്ത്രം ജപിക്കാം. ഓം സോമാസ്കന്ദായ കുടുംബനാഥായ അനുഗ്രഹവാരിധേ ഹ്രീം നമഃ. ഇങ്ങനെ ആണ് ഈ മന്ത്രം 18 ഡെയിലി ജപിക്കാം. രാവിലെയും വൈകുന്നേരവും ഇത് ജപിക്കാം. ഇനി അടുത്തത് അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന ഭാവത്തിലാണ്. അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ വളരെ വലിയ സങ്കല്പമാണ്. ഇന്ന് തുല്യതയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് വരുന്നൊരു കാലഘട്ടമാണല്ലോ. പുരുഷനോടൊപ്പം തങ്ങൾക്ക് തുല്യത കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കാലങ്ങൾക്ക് മുമ്പേ പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് തന്നെ ഭഗവാൻ ആ തുല്യത കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പകുതി സ്ത്രീയും പകുതി പുരുഷനും ആയിട്ടുള്ള ഒരു ഭാവം. ഭഗവാൻ തൻ്റെ പകുതിയെ പകുത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ ശക്തി തന്നിലേക്ക് ലയിപ്പിച്ച് ചേർത്തു എന്നാണ് അർത്ഥം. അതായത് ഭഗവതിയും ഭഗവാനും ഒന്നാണെന്ന് ഉള്ള തത്വമാണ് അവിടെ പറയുന്നത്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. ഈ ഭൃംഗി എന്ന് പറയുന്ന ഒരു മഹർഷിയുണ്ട്. അദ്ദേഹത്തിന് ഈശ്വരൻ പരമശിവനെ അല്ലാതെ ആരെയും ഇഷ്ടമല്ല. ഒറ്റ ദേവതകളെ അദ്ദേഹം വണങ്ങില്ല.
അപ്പോൾ പാർവതീ ദേവിയെ പോലും അദ്ദേഹം വണങ്ങുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഭഗവാൻ പാർവതിയെ തൻ്റെ സ്വശരീരത്തോട് ചേർത്ത് നിർത്തിയിട്ട് ഞാനും ഭഗവതിയും ഒന്നാണെന്ന് ഭംഗിക്ക് കാട്ടിക്കൊടുക്കുകയാണ്. ഭംഗി മഹർഷിക്ക് പിന്നെ ആരാധിക്കാതിരിക്കാൻ സാധിക്കില്ല. ഈ അർദ്ധനാരീശ്വര സങ്കല്പം നമ്മുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും വേണ്ടതാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒന്നു ചേർന്ന് അവർക്കിടയിൽ കോംപ്ലക്സുകളൊന്നും ഇല്ലാതെ അവർ ഭംഗിയാവണ്ണം അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഉമാമഹേശ്വര സ്വരൂപമായിട്ടിരിക്കുന്ന ഈ രൂപത്തെ വണങ്ങിക്കഴിഞ്ഞ കുടുംബത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളെല്ലാം അകന്നു പോകുന്നതാണ്. രണ്ടുപേരും തുല്യതാണെന്ന ഭാവം വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ കോംപ്ലക്സുകൾക്കോ ഏറ്റക്കുറച്ചിലുകൾക്കോ കാരണമാകുന്നില്ലല്ലോ. അപ്പോൾ ഇത് നിത്യേന വീടുകളിൽ ജപിക്കാമെങ്കിൽ, ഈ മന്ത്രം ജപിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, വഴക്കുകൾ ഇതൊക്കെ മാറിപ്പോകാനും അവർ തമ്മിലുള്ള ഒത്തൊരുമ കൂടുതൽ ഭംഗിയായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഇവിടെ അറിഞ്ഞ് ജപിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ പ്രാധാന്യമുണ്ട്. ഈ ഭാര്യയും ഭർത്താവും അറിയണം നമ്മൾ തമ്മിലുള്ള ഈഗോ ക്ലാഷുകളൊന്നും പാടില്ല. നമ്മളെല്ലാം പ്രകൃതിയും പുരുഷനുമാണ്, ഒന്നിച്ചു ചേർന്ന് ഒരുപോലെ ജീവിച്ചു പോകേണ്ട ആൾക്കാരാണ്. ഒരു വ്യക്തിയിൽ ചില നെഗറ്റീവായിട്ടുള്ള തരംഗങ്ങളൊക്കെ ഉണ്ടാവും, ഒരു വ്യക്തി സ്വഭാവത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പങ്കാളിയായ വ്യക്തി അതിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് രണ്ടുപേരും തമ്മിലുള്ള ആ ഇൻറ്റിമസിക്ക് ഒരു കോട്ടവും തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രധാനം. അപ്പോൾ എന്തായാലും ഈ മന്ത്രം നിത്യേന വീട്ടിൽ ജപിക്കട്ടെ. നിങ്ങൾക്ക് കുടുംബജീവിതത്തിലുണ്ടാകുന്ന സ്വരസ്ഥങ്ങളൊക്കെ മാറി എപ്പോഴും ഐക്യമെല്ലാം ഉണ്ടായി വരട്ടെ. അതിനുവേണ്ടി നിത്യേന 108 തവണ ജപിക്കുക. വൈകുന്നേര സമയത്ത് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം. അർദ്ധനാരീശ്വര സ്വരൂപം മനസ്സിൽ ധ്യാനിച്ച് തന്നെ ജപിക്കുക. ഓം ഹ്രീം ശിവശക്തി ഐക്യസ്വരൂപായ അർദ്ധനാരീശ്വരായ നമഃ എന്നെങ്ങനെയാണ് മന്ത്രം 108 തവണ ഇത് ജപിക്കുക കേട്ടോ. അത് ജപിക്കുക ഏറെ ഉത്തമം. തിങ്കളാഴ്ചകൾ, പ്രദോഷം, അതുപോലെ ശിവരാത്രി ഈ ദിവസങ്ങളിൽ ആരംഭം കുറിക്കുക ഏറെ ഉത്തമമാണ്. നമുക്ക് പിന്നെ തുടർച്ചയായിട്ട് ജപിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ എല്ലാവരെയും പോലെ നിരന്തരം ജപിച്ചു പോകാൻ പറ്റില്ല. അശുദ്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ മന്ത്രങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ഉണ്ട്. അപ്പോൾ അശുദ്ധ കാലയളവിൽ ജപിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് 7 കഴിഞ്ഞിട്ട് ജപിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇടയ്ക്ക് ഇത്രയും മുടങ്ങിപ്പോയല്ലോ എന്ന്. ആ മുടങ്ങിപ്പോകുന്നതല്ല, സ്ത്രീകൾക്ക് അത്രയും മതി, അവർക്ക് അതിനുള്ള പുണ്യം കിട്ടും. ഇത്രയും ജപിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ആ പുണ്യം കൂടുതലായിട്ട് കിട്ടിക്കൊള്ളൂ കേട്ടോ. അതുപോലെ അല്ലാതെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്ക് 1-2 ദിവസം മുടങ്ങിപ്പോവാം നമ്മൾ ജപിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് 3 ദിവസം കൂടുതലും മുടങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഭാവം ഗംഗാധരൻ എന്ന് പറയുന്ന ഭാവമാണ്. ഗംഗാധരൻ ഭഗവാൻ എങ്ങനെയായി മാറിയെന്നൊക്കെ നമുക്കറിയാം. ഭഗീരഥന് വേണ്ടിയിട്ട് ഗംഗയെ ഭൂമിയിലേക്ക് ഭഗവാൻ ആനയിക്കുകയാണ്. എന്നാൽ ഗംഗയ്ക്ക് ഇച്ചിരി ഗർവമുണ്ട്. തൻ്റെ ശക്തി കൊണ്ട് ഭൂമി കിടുങ്ങിപ്പോവും എന്നാണ് ഗംഗാദേവി കരുതുന്നത്. പക്ഷേ ഭഗവാൻ പറയും നീ പോന്നോളൂ എന്ന് പറയും. അങ്ങനെ ഗംഗ സർവശക്തിയെടുത്ത് കീഴ്പോട്ട് പ്രവഹിക്കും. ഭൂമിയിലേക്ക് വീഴുമ്പോൾ ഭഗവാന്റെ ശിരസിലോട്ടാണ് വന്ന് പതിക്കുന്നത്. കൈലാസത്തിലിരിക്കുന്ന ഭഗവാൻ ആ തിരുജടയിൽ താങ്ങി നിർത്തും. ഗംഗ അതിനകത്ത് കിടന്ന് വീർപ്പ് കൂട്ടും. അവസാനം ഭഗവാന്റെ കാരുണ്യത്താൽ ഒരല്പം ഇടത്തൂടെ ഗംഗയ്ക്ക് പുറത്തേക്ക് പ്രവഹിക്കാൻ പറ്റും. അങ്ങനെയാണ് തിരുജടയെന്ന് രൂപമായിട്ട് ഗംഗ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗംഗയെ ശിരസിൽ ധരിച്ചിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ ജീവിക്കുന്നത് നമ്മളുണ്ടാകുന്ന അഹങ്കാരങ്ങളെല്ലാം ശമിച്ചു കിട്ടുക എന്നതും മറ്റുള്ളവരിൽ നിന്നുള്ള ശത്രുകോപങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടുന്നതിന് പ്രധാന കാര്യമാണ്. നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഈ ഗംഗാധര ധ്യാനം എന്ന് പറയുന്നത്. മാത്രമല്ല ഗംഗാധര മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ പാപത്വങ്ങൾ, നമ്മൾ കുറച്ച് മനുഷ്യജീവിതമല്ലേ, അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തേക്കും. ആ പാപത്വങ്ങൾ അകന്നു പോകാനും ഇത് വളരെ ഗുണകരമാണ്. അപ്പോൾ ഗംഗാധര മന്ത്രം ഇനി ഞാൻ പറയാം. ഓം ഹ്രീം പുണ്യപ്രവാഹായ ഗംഗാധരായ മഹാദേവ ചിദാനന്ദമൂർത്തയേ നമഃ. ഈ മന്ത്രം 148 ഒരു ഡെയിലി ജപിക്കുക. 148 തവണ രാവിലെ സമയത്ത് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം. ഇനി ഭഗവാന്റെ ഭിക്ഷാടനൻ എന്ന് പറയുന്ന ഭാവമാണ്. ഭിക്ഷാടനൻ എന്ന് പറയുന്ന ഒരു മഹാഭാവം അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന ഒന്നാണ്. അതായത് നമ്മളുടെ ഉണ്ടാകുന്ന മൂഢബോധങ്ങളെ, തെറ്റുകളെയൊക്കെ മാറ്റുന്ന ഒന്നാണ്. നമ്മൾ ഏത് ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, നമ്മൾ എല്ലാത്തിലും വലുതാണെന്നുള്ള ഒരു ചിന്തയൊന്നും നമ്മളിൽ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലൊരു അഹംബോധം ഉണ്ടായി. ഈ അഹംബോധം നമുക്ക് മുക്തിക്ക് തടസ്സമായി മാറും. മാത്രമല്ല മറ്റുള്ളവരുടെ വെറുപ്പിലേക്കും നമ്മളെ അത് നയിക്കും.
ഈ മഹാഭിക്ഷാടനൻ എന്ന് പറയുന്ന ഈ ഭഗവാന്റെ ഈ രൂപം നമ്മൾക്ക് വളരെയധികം പ്രയോജനങ്ങൾ നൽകുന്നതാണ്. നമുക്ക് പ്രധാനമായിട്ടും ധനസംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ അകറ്റാൻ ഇത് വളരെ നന്നാണ്. കാര്യം പലപ്പോഴും പലരും പറയും എല്ലാം നശിച്ച് പിച്ചച്ചട്ടി എടുക്കുന്ന ഒരു അവസ്ഥയായിട്ട് മാറുന്നത്. എന്നാൽ ഭിക്ഷാടനനായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ നമ്മുടെ എന്താ പറയുക ധനക്ലേശം പതിയെ കുറഞ്ഞു വരികയും ഭഗവാനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം, ഭഗവാൻ നമുക്ക് ദാനമായി നൽകുന്ന അനുഗ്രഹം കൊണ്ട് നമുക്ക് എന്ത് കിട്ടും, നേട്ടങ്ങളുണ്ടായി വരും. ധനക്ലേശം എല്ലാം മാറിക്കിട്ടും. കടബാധ്യതകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനുള്ള കഴിവ് കിട്ടും. കാര്യം നമുക്ക് ഭിക്ഷാടനനായ മഹാദേവനെ ഭജിക്കുന്നവർക്ക് ഭിക്ഷ എടുക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ ധനക്ലേശം കൊണ്ട് ആൾ നശിച്ചു പോവില്ല എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പോൾ ഭഗവാനെ ആ രീതിയിൽ കണ്ട് ധ്യാനിക്കുന്നത് ഏറെ ഉത്തമമാണ്. അപ്പോൾ മന്ത്രം പറഞ്ഞു തരാം. ഓം നമഃ ശിവായ മഹാഭിക്ഷുവേ നമോ നമഃ. ഓം നമഃ ശിവായ മഹാഭിക്ഷുവേ നമോ നമഃ എന്ന മന്ത്രമാണ്. ഇത് ഡെയിലി 108 തവണ ജപിക്കുക. രാവിലെ സമയത്ത് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം. കറുത്ത വസ്ത്രമോ കാവി വസ്ത്രമോ ധരിച്ച് ജപിക്കുന്നതാണ് നല്ലത്. കിഴക്കോട്ട് നോക്കിയിരുന്ന് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം. മുന്നിൽ നിലവിളക്ക് നെയ്വിളക്കൊക്കെ തെളിയിച്ച് വെച്ച് ജപിക്കാമെന്ന്. ഇവിടെ നമുക്ക് നിലവിളക്ക് നിർബന്ധമില്ലാത്തത് ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള ഈ മേൽപ്പറഞ്ഞൊരു മന്ത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മന്ത്രം ജപിക്കുമ്പോൾ മാത്രം. ബാക്കിയുള്ള എല്ലാത്തിനും നിലവിളക്ക് തെളിയിച്ച് വെച്ച് ജപിക്കുന്നതാണ് നല്ലത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിലവിളക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് ജപിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഭഗവാന്റെ ഗജസംഹാരകൻ എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട്. ഈ ഗജസംഹാരകൻ, ആനയെ കൊന്നവൻ എന്നുള്ള ഒരർത്ഥമാണ്. ഈ ആന എന്ന് പറഞ്ഞാൽ അഹങ്കാരമാകുന്ന ആനയാണ് കേട്ടോ. ദാരുവനത്തിലെ ഋഷിമാർ അഹങ്കാരം കൊണ്ട് ആനസ്വരൂപമായി നിന്നിട്ട് അത് ഭഗവാന്റെ നേർക്ക് അയക്കുകയാണ്. ഈ ആനയെ ഭഗവാൻ പിളർത്തി ആനയുടെ തോല്, അവരുടെ അഹങ്കാരമാകുന്ന തോലിനെ എടുത്ത് സ്വന്തം ശരീരത്തിൽ ചുറ്റുകയാണ് ചെയ്തത്. പൊതുവെ ശത്രു ദോഷങ്ങളെല്ലാം അകന്നു പോകുവാൻ വേണ്ടിയിട്ട് ജപിക്കാവുന്ന മന്ത്രമാണ് ഈ ഭഗവാന്റെ ഈ സ്വരൂപം. ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഭഗവാന്റെ കണ്ടിട്ടുള്ളവരൊക്കെ വിരളമായിരിക്കും. എന്തായാലും ഈ ഭാവത്തിൽ ഭഗവാനെ ഒന്ന് സങ്കല്പിച്ചിട്ട് ഇനി പറയുന്ന മന്ത്രം ഒന്ന് ജപിക്കുക. നിങ്ങളുടെ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഏറെ ഉത്തമമായിരിക്കും. ഓം മദഗജ സംഹാരകായ ദുഷ്ടമസ്തകതാഠിനേ നമോ നമഃ എന്നാണ് ഈ മന്ത്രം. ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരു രുദ്രാക്ഷമാലയും കൂടെ ധരിച്ച് ജപിക്കുന്നത് ഏറെ ഉത്തമമാണെന്ന് കാണുന്നുണ്ട്. ഈ മന്ത്രം ജപിച്ചിട്ട് ഒടുവിൽ ജപത്തിന് ശേഷം ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരസ്ഥാനത്തുള്ള ശത്രുദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു കിട്ടുന്നതാണ്. മാത്രമല്ല നമ്മുടെ ശത്രുക്കൾ നമുക്ക് എതിരെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ആ പ്രവർത്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകാൻ ഇത് കാരണമായി ഭവിക്കുന്നതാണ്. ഇനി അടുത്ത ഭാവമാണ് വീരഭദ്രൻ്റേത്. വീരഭദ്രനെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും ഒരു ധാരണയുണ്ടാകും. മഹാദേവൻ്റെ തന്നെ ഒരു അംശാവതാരമാണ് വീരഭദ്ര. ദക്ഷയാഗം കുപിതനായ തന്നെ അപമാനിച്ച ദക്ഷനോടുള്ള ദേഷ്യം കൊണ്ട് കലിയടങ്ങാതെ ഭഗവാനിൽ നിന്ന് ഉയർകൊണ്ട ആളാണ് വീരഭദ്രൻ എന്ന് പറയുന്നത്. സകലതിനെയും തച്ചുടയ്ക്കാൻ കെൽപ്പുള്ള ഒരു ഭയങ്കരമായ ഭാവമാണ് വീരഭദ്രൻ്റേത്. വീരഭദ്രൻ്റെ മുന്നിൽ സകല പിശാചുക്കൾ വെട്ടിപ്പറയ്ക്കുക. ഏതൊരു പിശാചിനേക്കാളും വലുതാണ്, പൈശാചിക മൂർത്തികളെക്കാളും വലുതാണ് ഈ വീരഭദ്രൻ എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ വീരഭദ്രനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് തരം നമുക്ക് ബാധിക്കുന്ന ചില നെഗറ്റീവുകളായിട്ട് പറയുന്ന ഈ കൈവിഷം, ഗുണപത്രം എന്നൊക്കെ പറയുന്ന ചില വിശ്വാസങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ പോലും നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ മാറിപ്പോവും. നമ്മുടെ കുടുംബത്തിലെ വീടുമായി ബന്ധപ്പെട്ട് അത്തരം ചില നെഗറ്റീവുകളൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ വീരഭദ്ര മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് അവയെല്ലാം പുറന്തള്ളപ്പെടും എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്തിരി വൈകുന്നേര സമയങ്ങളിൽ ഇച്ചിരി കുന്തിരിക്കവും പുകച്ച് ഈ മന്ത്രം 108 ജപിക്കുകയാണെങ്കിൽ ഏറെ ഉത്തമമായിട്ട് കാണപ്പെടുന്നു. മന്ത്രം ഇങ്ങനെയാണ്: ഓം ഹ്രീം വീരഭദ്രായ ജ്വരനാശകായ ശത്രുസംഹാരവാരിതേ നമോ നമഃ. ഈ മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇച്ചിരി കുന്തിരിക്കം അല്ലെങ്കിൽ ദശാംഗം ഇതിലേതെങ്കിലും ഒന്ന് പോക്കെ. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ സാമ്പ്രാണി പോച്ച് വെച്ചിട്ട് ഈ മന്ത്രം ജപിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ അലകൾ ഈ സാമ്പ്രാണിയുടെ പുകയും കൂടെ പോയി വീട്ടിനകം ശുദ്ധീകരിക്കും. അതാണ് എൻ്റെ കാരണം കേട്ടോ. ഇനി ഭഗവാന്റെ മറ്റൊരു ഭാവമാണ് ഭൈരവൻ എന്ന് പറയുന്നത്. കാശിയിലെ കാലഭൈരവൻ എന്നുള്ള
രൂപത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ഭൈരവനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള കഥയും എല്ലാം ഞാൻ മറ്റു വീഡിയോകളിൽ പലപ്പോഴും പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. എങ്കിലും അതും വലിയൊരു ഭാവമാണ് ഭൈരവ സ്വരൂപം എന്ന് പറയുന്നത്. നമ്മുടെ സമയത്തിൻ്റെ അധിപനായിട്ടുള്ള ദേവനാണ്. നമ്മൾ സമയമാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തെ പ്രധാനം. സമയത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവന് പിന്നീട് ജീവിതത്തിൽ ഉയർച്ചയൊന്നും ഉണ്ടാവില്ല. നല്ലതായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, പ്രാർത്ഥനകൾക്കും ഭക്തിക്കും കർമ്മത്തിനും എല്ലാത്തിനും കൃത്യമായ സമയം കണ്ടെത്തുക. ദുഷിച്ച മാർഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. കാര്യം സമയത്തെ കെടുത്തുന്നവയാണ് അത് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളെ ബാധിച്ചിരിക്കുന്ന ജരാനരകൾ, അതുപോലെ തന്നെ രോഗങ്ങൾ, അതിലെല്ലാം സംഹരിക്കപ്പെടുന്നത് കാലഭൈരവൻ്റെ ആ സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ കാലഭൈരവനെ ധ്യാനിക്കാനുള്ള അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള മന്ത്രമാണ് ഞാനിവിടെ പറയുന്നത്. നിത്യേനെ 48 രാവിലെ സമയത്തോ വൈകുന്നേര സമയത്തോ ഈ മന്ത്രം ജപിക്കുക. കറുത്ത വസ്ത്രം ധരിച്ച് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം. ഓം ഹ്രീം ആപദ്ബാന്ധവ മഹാഭൈരവായ ക്ഷേത്ര പരിപാലകായ നമഃ എന്നിങ്ങനെയാണ് ഈ മന്ത്രം പറയുന്നത്. ഇതിൽ ക്ഷേത്രപാലകൻ എന്ന് പറയുന്ന ഭാവത്തിൽ ഭഗവാൻ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നതുകൊണ്ടായിരിക്കണം ഈ മന്ത്രത്തിൽ ഇപ്രകാരം കാണുന്നത്. വളരെ മഹത്തരമായിട്ടുള്ളൊരു മന്ത്രമാണിത്. ഇനി ഭഗവാന്റെ 11ാമത്തെ ഭാവം കാലസംഹാരകൻ എന്നുള്ള ഭാവമാണ്. ഈ കാലസംഹാരകൻ എന്ന് പറഞ്ഞാൽ മൃത്യുവിൻ്റെ ഭാവമാണല്ലോ കാലനുള്ളത്. അപ്പോൾ കാലൻ മാർക്കണ്ഡേയ മുനിയെ പിടിക്കാൻ വേണ്ടി 16ാമത്തെ വയസ്സിൽ മരണം ഉണ്ടാവാൻ ഉള്ള മാർക്കണ്ഡേയ മുനിയെ പിടികൂടാൻ വരുമ്പോൾ മാർക്കണ്ഡേയ മുനി അഭയം പ്രാപിച്ചത് മഹാദേവൻ്റെ മുന്നിലാണ്. മഹാദേവൻ കാലിനെ നിഗ്രഹിച്ച് കാലകാലനായി മാറുകയാണ്. അങ്ങനെയാണ് ഭഗവാൻ കാലസംഹാരകൻ എന്നുള്ള ഭാവത്തിലേക്ക് മാറുന്നത്. അതായത് കഠിനമായ ആയുർദോഷങ്ങളൊക്കെ നിലകൊള്ളുന്നവർ തീർച്ചയായിട്ടും കാലസംഹാരകൻ എന്ന് പറയുന്ന ഈ ഭാവത്തിൽ ഭഗവാനെ പൂജിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. രോഗങ്ങളുടെ തീവ്രത കുറയാനും അതുപോലെ തന്നെ മരണഭയമുള്ളവർക്കും എപ്പോഴും ഒരു മരണത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ ഉള്ളവർക്കൊക്കെ നിത്യേനെ 108 തവണ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ചിന്തകളെല്ലാം മാറും. അത്ര ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് വീട്ടിലുള്ളവർക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ജപിക്കാം. വളരെ ഉത്തമമായിട്ടുള്ളൊരു മന്ത്രമാണ്. മന്ത്രം ഇപ്രകാരമാണ്: ഓം കാലസംഹാരകായ മൃത്യുനാശകായ രക്ഷോനായകായ മഹാദേവായ ഹ്രീം നമഃ. കാലസംഹാരകൻ്റെ ഉത്തമമായിട്ടുള്ളൊരു മന്ത്രമാണ്. പലതരം മന്ത്രങ്ങൾ മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മന്ത്രം വളരെ പ്രയോജനപ്രദമാണ്. ഇത് നിത്യേന ജപിച്ചിട്ട് ഒരല്പം പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു 1/2 ഗ്ലാസ് പാല് കുടിക്കുന്നത് രാവിലെ വൈകുന്നേരം ഇത് ജപിച്ച് കുടിക്കുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. ഇനി ഭഗവാന്റെ 12ാമത്തെ സ്വരൂപത്തെക്കുറിച്ച് പറയാം. അത് നടരാജനാണ്. കലാത്മകതയാണ് നടരാജൻ്റെ പ്രത്യേകത. ശാസ്ത്രം, മതം, തത്വം എല്ലാത്തിലും അഗ്രഗണ്യനായിട്ടുള്ള ഒരു ഭഗവാനാണ് നടരാജൻ എന്ന് പറയുന്നത്. നടരാജ ചൈതന്യം എന്ന് പറഞ്ഞാൽ കലാവാസനകൾ, നമ്മുടെ ഉള്ളിലുള്ള വാസനകളെ ഉണർത്തുന്നതാണ്. ഭഗവാനെ ഈ ഭാവത്തിൽ ധ്യാനിക്കുന്ന കലാകാരന്മാർക്ക് ഉന്നതിയും അവർക്ക് അഭിവൃദ്ധിയും അവർക്ക് ബഹുമതികളും അവരുടെ കലാമേഖലയിലൂടെ അവർക്ക് വലുതായ നേട്ടങ്ങളും കൈവരിക്കാൻ വളരെ ഉത്തമമാണ്. അപ്പോൾ നടരാജ മന്ത്രം കൂടി നമുക്ക് ഇനി നോക്കാം. ഓം ഹ്രീം നടരാജായ ആനന്ദ നടനരൂപായ നമോ നമഃ. നടരാജമൂർത്തിയുടെ ലളിതവും എന്നാൽ വളരെ ശക്തവുമായിട്ടുള്ള ഒരു മന്ത്രമാണിത്. നിത്യേന ഈ മന്ത്രം 118 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും കലാപരമായിട്ട് മികവ് ആഗ്രഹിക്കുന്നവർക്കും ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. നടരാജ സ്വരൂപത്തെക്കുറിച്ച് അറിവില്ലാത്തവർ കുറവാണല്ലോ. നടരാജൻ എങ്ങനെയാണ് നിലകൊള്ളുന്നതെന്നും ആ രൂപത്തിൽ ഭഗവാനെ ഒന്ന് ധ്യാനിച്ച് മന്ത്രം ജപിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ദൈർഘ്യം കുറച്ച് കൂടിപ്പോയിട്ടുണ്ടാവാം. പക്ഷേ നമുക്ക് വളരെ വേണ്ടപ്പെട്ട അറിവുകളാണല്ലോ. ഒരു പല വീഡിയോകളിലായിട്ട് ഈ അറിവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയും. ഇതൊരു വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാ അറിവും ഇതിൽ പങ്കുവെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ശിവനുമായി ബന്ധപ്പെട്ടവർക്ക്, ശിവനെ ആരാധിക്കുന്നവർക്ക്, ശിവനെ സ്വന്തം പിതാവായി കാണുന്നവർക്ക് എല്ലാവർക്കും ഈ ഭാവങ്ങളും ഇതിലെ മന്ത്രങ്ങളും പുതിയ അനുഭവങ്ങളായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾക്ക് ഇത് കാരണമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ്, ടെലിഗ്രാം നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത്. കാരണം ഇത് അഡ്മിൻ നമ്പറാണ്, ഞാനല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ
അഡ്മിന് ചിലപ്പോൾ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിനൊരു മറുപടി നൽകാനോ സാധിച്ചു എന്ന് വരില്ല. നിങ്ങളുടെ പേര്, സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും അതിന് റിപ്ലൈ അയക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്ര മഠം, RJ IR.